അല്ല എന്താ പറയാൻ, ഒരു സ്റ്റേജിൽ നമ്മൾ ശരിക്കും പറഞ്ഞ പ്രോഗ്രാമിൽ കാണുന്ന അത്രയും ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. നല്ല കളർഫുൾ ആയിരുന്നു എല്ലാവരും. ഡാൻസേഴ്സും വളരെ നന്നായിരുന്നു, പാട്ടും നന്നായിരുന്നു. വാ വാ എന്ന് പറഞ്ഞ് പൂവും കൈ കൊടുത്തിട്ട് എങ്ങനെ വരാതിരിക്കാൻ, വരണമെന്ന് ആഗ്രഹമുണ്ട്. ശരിക്കും ഇവിടെ നിന്ന് പടിക്കെട്ടി ഇറങ്ങാൻ പറ്റുന്നില്ല. വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ മൂവ്മെന്റ്സും പാട്ടും തെറ്റുമോ എന്ന് വിചാരിച്ചിട്ടാ വരാത്ത. അല്ലെങ്കിൽ ശരിക്കും വന്ന ഒരു 2 മൂവ്മെന്റ് കളിക്കാന്ന് വിചാരിച്ചാണ് കേട്ടോ. നന്നായിരുന്നു, വളരെ മനോഹരമായിരുന്നു. താങ്ക് യു സോ മച്ച് ചേച്ചി. ശരത് സാർ നന്നായിരുന്നു വിഷ്ണു. താങ്ക് യു സർ. ഇത് തുടക്കം അത് കറക്റ്റായിട്ട് ടെമ്പോ വരാത്ത എന്താണ് അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ആ ഗ്രൂവ് ഇങ്ങനെ കിടക്കണ്ടേ മനസ്സിൽ. ശരിയായിക്കോണം കേട്ടോ. പിന്നെ മോനെ അത് അതൊന്ന് പാടിക്കേ. ദിനം വാടി പാടലാം പല ജോഡി സേരലാം ലാം ലാം. അവിടെ കുറച്ചും കൂടെ ഫാസ്റ്റ് ആണ് കേട്ടോ. അതുപോലെ ചരണം ഒന്ന് പാടിക്കേ. என்ன சுகம் சேவை என்ன விதம் தேவை சொல்லித்தர நானுண்டு. കറക്റ്റ് ആയിട്ട് പാടി കേട്ടോ. അപ്പൊ ചരണം പാടുമ്പോഴൊക്കെ സെക്കൻഡ് ചരണത്തിന് അത് കറക്റ്റ് ആയിട്ട് പാടണം. അത് വീണ്ടില്ല മോ പാടുമ്പോ. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് നാണമൊക്കെ പോയി. ഇപ്പൊ ശരിക്കും ഉറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു 2-3 മണിക്കൂറെങ്കിലും. അല്ലേ മേനക ചേച്ചിക്ക് പൂ കൊടുത്ത എന്തിനാ? മേനക ചേച്ചി നമ്മുടെ ഗസ്റ്റ് അല്ലേ സർ? ഗസ്റ്റുകൾക്ക് എല്ലാം കൊണ്ട് പൂ കൊടുക്കുവോ? വീട്ടിലാരെങ്കിലും വന്നാൽ പൂ പറിച്ചു കൊടുക്കുവോ? അല്ല കൊടുക്കുവോ വിഷ്ണു? എന്നാലും വെൽക്കം ചെയ്ത സാർ. അതിന് ചേച്ചി വന്നാട്ടെ എന്ന് പറഞ്ഞാ പോരാ. അവിടെ മലയാളത്തില് വരൂ ചേച്ചി വണക്കം പൂ കൊടുത്തേ വാ വാമാ എന്നൊക്കെ പറഞ്ഞുകൂടെ. അങ്ങനെയാണ് ഗസ്റ്റിനെ വിളിക്കുന്നത്. പാട്ടിനനുസരിച്ച് വിളിച്ചത്. അപ്പം ചുമ്മാതെ ഇല്ല. എന്ത് മേനക ചേച്ചി പൂ കൊടുത്തിന് എനിക്ക് പ്രശ്നമല്ല. നല്ലൊരു പ്രൊഡ്യൂസറാ ചേച്ചിയുടെ ഹസ്ബൻഡ് സുരേഷ് അണ്ണാച്ചി. പാടുന്നതിന് ഞാൻ വിളിച്ച് ചിലപ്പോ അണ്ണാച്ചിയുടെ പടം ചെയ്യേണ്ടി വന്നാല് ഞാൻ പറഞ്ഞാൽ പോലും വിഷ്ണു ഒരു പാട്ട് തരാൻ സമ്മതിക്കത്തില്ല. ഓൾ ദി ബെസ്റ്റ് മോനെ. നല്ലൊരു എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഞാനും എഴുതിയിരിക്കുന്നത് ജോഡി സേരെല്ലാം. അവിടുത്തെ സംഗതിയുടെ ക്ലാരിറ്റി വിഷ്ണു നേരത്തെ റിഹേഴ്സലിന് പാടിയപ്പോൾ അത് ക്ലീൻ ആയിട്ട് വന്നു. ടേക്കിന് വന്നപ്പോഴത്തേക്ക് അത് ക്ലാരിറ്റി കുറഞ്ഞു പോയി കേട്ടോ. വാഴ്വിൽ 100 സുവൈ പല്ലവിയിൽ വരുന്ന അവിടെ പിച്ചിങ്. തേനാഹ ചരണത്തില് സെക്കൻഡ് ചരണത്തില് സേവൈ. ദിനം നീയെ സെൻഡാഹവേ അവിടെയൊക്കെയാണ് എനിക്ക് കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ തോന്നിയത്. പക്ഷെ എന്നാലും നല്ല വിഷ്ണു നല്ല പവർഫുൾ ആയിട്ട് ചെയ്തു. കുറെ സ്റ്റേജ് ഒക്കെ യൂസ് ചെയ്തു. അതൊക്കെ ഒരു നല്ല പ്ലസ് പോയിന്റ്. താങ്ക് യു ചേച്ചി. ശ്വേത എന്താണ് ഈ വേഷം? കലക്കിയിട്ടുണ്ട്. പഴയ 80s സ്റ്റൈൽ. പഴയ 80s സ്റ്റൈലല്ല. ഞാൻ ഒരു കാര്യം മറന്നുപോയി. സാധാരണ ഞാൻ വിളിക്കുന്ന ഒരു വിളിയുണ്ടല്ലോ, കുറുപ്പേ എന്ന് വിളിക്കുന്നത്, അത് മറന്നുപോയി. അപ്പൊ കുറുപ്പിന്ന് കലക്കി. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് പാടി. ലാ 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 ലാ. ആ ഒരു നല്ലൊരു സാധനം വരണം. വരുമ്പോഴാണ് അതിനൊന്നുകൂടെ പവർഫുൾ ആവുന്നത്. ഡാൻസേഴ്സ് വളരെ നന്നായിട്ട് ചെയ്തു. ഇവിടുന്ന് ഒരുപാട് പേര് കൈയടിക്കുന്നുണ്ട്. ഈ മധുച്ചാനൊക്കെ അമേരിക്കയിൽ നിന്ന് വന്ന് ഇത് കാണാൻ വേണ്ടി, കുറുപ്പിന്റെ ഷോ കാണാൻ വേണ്ടി വന്നിരിക്കുക. മധുച്ചാനും ഭാര്യയൊക്കെ. അപ്പൊ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലേ? ഇഷ്ടപ്പെട്ടില്ലല്ലേ? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. ഓക്കെ വിഷ്ണുവിന്റെ മാർക്സ്. മേനക ചേച്ചി എങ്ങനെ പൂവും തന്നിട്ട് മാർക്ക് എത്രന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെ കുറയ്ക്കും? 10. 10. It worked. ശരത് സാർ on 30. ഞങ്ങൾക്കൊക്കെ ഒരു പൂ തരായിരുന്നു. അറ്റ്ലീസ്റ്റ് അവർക്കറിയാം. ചെവിയെങ്കിലും വെക്കായിരുന്നു. 25 മാർക്സ്. 25. ചിത്ര ചേച്ചി വിഷ്ണുവിന് ഞാനും 25. 25. ശ്വേത ഇതറിഞ്ഞിരുന്ന ആ നീലത്താമര ഇറങ്ങുന്നതിന് മുമ്പേ, പടം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ 5-6 പൂവുണ്ട് എനിക്ക് കൊടുത്തേനെ. എങ്കിൽ അനുരാഗവിലോചനായി ആ പാട്ട് എനിക്ക് പാടാൻ പറ്റിയേനെ. പോയി അറിഞ്ഞില്ല കേട്ടോ, സോറി. അങ്ങനെ ഒരു ലോറി പൂവുണ്ട് ഞാൻ അവിടെ തന്നെ. 25. 75 പ്ലസ് 10 85. 85 മാർക്സ് ആണ് വിഷ്ണുവിന്റെ ഈ ഇളയരാജ ഹെച്ച് റൗണ്ടിൽ ജഡ്ജസ് നൽകിയത്. ഓവറോൾ സ്കോർ അത്ര സാറ്റിസ്ഫൈങ് അല്ല. അപ്പോൾ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ വോട്ട് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യേണ്ട ഫോമാറ്റ് ISS സ്പേസ് വിഷ്ണു.